പിന്നെ ദാസേട്ടൻ അറിയുന്നുണ്ടോന്ന് അറിയില്ല, വിവാദങ്ങളിൽ പെടുന്ന നായികമാരെ മാത്രം പിക്ക് ചെയ്ത് ദാസേട്ടൻ എടുക്കുന്നു റീല് ചെയ്യാൻ എന്നുള്ളതാണ് കുറച്ച് പേര് പറയുന്നത്. ഞാൻ പറഞ്ഞ കുറച്ച് പേര് പറയുന്നു എന്നാട്ടോ പറഞ്ഞു, ഞാൻ പറയുന്നത് പറഞ്ഞില്ല. ഓക്കെ, അതും ആ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലാണ് കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലും 1-2 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുകയാണ്. എങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്തെടുക്കുന്നത്? ചേച്ചിയാണോ പിക്ക് ചെയ്യുന്നത്? ചേച്ചിയൊക്കെ അത് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. അല്ല, നിലാ നമ്പ്യാരെ കൂടെ ആദ്യം എടുത്തത് പറഞ്ഞത്. നിലാ നമ്പ്യാർ എന്ന വ്യക്തി തുടങ്ങിയ സമയത്ത് അതുവരെ ബന്ധപ്പെട്ട് റീൽ എടുക്കാൻ എന്നെ വിളിച്ചു. നിലാ നമ്പ്യാരെ വിളിച്ച് ക്യാമറമാൻ വിളിച്ചു ഡിബിൻ രമണനാണ്. ഞങ്ങളെ റീൽസ് എടുത്ത് അതേ സെയിം ആളാണ് ഡിബിൻ രമണൻ. അയാൾക്ക് മുമ്പ് കല്യാണ പരിപാടിക്ക് ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ എന്നോട് ദാസേട്ടൻ ഇങ്ങനെ ഒരു സാധനം എടുക്കാണ്ട് നിലാ നമ്പി, ഞാൻ നിലാ നമ്പ്യാരെ വീഡിയോസ് കണ്ടിരുന്നു. ഏത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിലാ നമ്പ്യാസ് ഇടുന്ന വീഡിയോസ് കണ്ടിരുന്നു. അങ്ങനെ അവിടെ പോയി അവരെ കൂടെ നടന്നു പോയി ജസ്റ്റ് കൈ പിടിച്ച് നടക്കുക, അവരെ സഞ്ചി കൈ പിടിക്കുക, താടി ഈ സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ എടുത്ത വീഡിയോ ഞാൻ എന്തെങ്കിലും വൾഗാരിറ്റി മോശമായി ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. അങ്ങനെ റീൽസ് എടുത്തു പോകുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പുറത്തിറങ്ങിയ സമയത്ത് ഇപ്പോഴുള്ള അവസ്ഥയല്ല അന്ന് കുറെ ആൾക്കാർ ഇവരെ പറ്റി കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. അതൊരു സത്യമായ അവസ്ഥയാണ്. പല ആൾക്കാരും ഞാൻ പറയുമ്പോൾ വിചാരിക്കും അവൻ വെറുതെ, പക്ഷെ ഒരിക്കലും വെറുതെ പറയുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സംഘം നിലാ നമ്പ്യാരുടെ തുടക്കകാലത്ത് ഒരു 2 റീൽസ് അവരെ കൂടെ എടുത്തിട്ടുണ്ട്. ഒന്ന് എന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്, ഒന്ന് അവരെ അക്കൗണ്ടിലുള്ളത്. ആ അക്കൗണ്ട് ഇപ്പൊ കാണുന്നില്ല, എന്താ എനിക്കറിയില്ല. അത് നിലാ നമ്പ്യാർ ആദ്യം, രണ്ടാമത് ഒന്നാണ്, മൂന്നാമത് ഒന്നും ഒരിക്കലും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതേ അല്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസ് റൊമാൻസ് ചെയ്യാറുണ്ട്, ആക്ഷൻ ചെയ്യാറുണ്ട്, ഫാമിലി ടൈപ്പ് ചെയ്യാറുണ്ട്. റൊമാൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ലേഡീസ് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആക്ടിങ് എങ്ങനെ, അവരുടെ എക്സ്പ്രഷൻസ് എങ്ങനെ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഫോളോവേഴ്സ് നോക്കാറില്ല, വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. അങ്ങനെ സാഹചര്യവശാൽ നിലാ നമ്പ്യാരോട് ആദ്യം, നിലാ നമ്പ്യാർക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അങ്ങനെ ഇപ്പൊ രേണുസുദ്ധി ലാസ്റ്റ്. അത് ഒരിക്കലും ഈ നിലാ നമ്പ്യാരെ രേണുസുദ്ധി നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും ചെയ്യാൻ, അത് ചെയ്യുന്നതാണ് തെറ്റ്. അത് ആരൊക്കെയാ ചെയ്യുന്നത് എനിക്കറിയില്ല. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ നിലാ നമ്പ്യാരായിട്ട് വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നോ? റിഗ്രറ്റ് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ചെയ്തതിലല്ല യാതൊരു വൾഗാരിറ്റി. പിന്നെ ഞാൻ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ എത്ര ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ആരും പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഞാനൊരു ആളെ കൂടെ നിലാ നമ്പ്യാർ എന്ന വ്യക്തിക്ക് മോശമായി, ഒരിക്കലും മോശം ആളൊന്നല്ല അവർ. അവരെ ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു, അതെന്തായിക്കോട്ടെ. അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റം പറയരുത്. പക്ഷെ അവരെ കൂടെ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ട് എനിക്കിപ്പോ പാശ്ചാത്താപം ഒന്നുമില്ല. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നു, ഇച്ചിരി തോന്നിയിരുന്നു, സത്യമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു പാശ്ചാത്താപം ഇല്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ അടിപൊളി വീഡിയോ, അതിലൊരു വൾഗാരിറ്റി ഇല്ല, ഒരിക്കലും ഇല്ല. ചേച്ചി പറയാറുണ്ട് എന്തെങ്കിലും വീഡിയോ ദാസേട്ടാ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാലോ, അവക്കറിയാം ആരോ ആക്ടർ എന്ന് പറയാം. ഞാൻ റീൽസ് മാത്രം അഭിനയിക്കുന്ന ആക്ടർ അല്ല. സിനിമയിലെ റാണി സിനിമയിൽ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. കുണ്ടന്നൂർ അല്ല, അതിനുശേഷമുള്ള നമ്മളെ തങ്കമണി സിനിമ, അവരൊക്കെ വൈഫായിട്ടും അതുപോലെ തന്നെ അമ്മയായിട്ടും ധാരാളം സ്ത്രീകളോട് അഭിനയിച്ചിട്ടുണ്ട്. അവരോട് അഭിനയിച്ചിട്ടുണ്ട്. റാണി സിനിമ എനിക്ക് തോന്നുന്നു എന്റെ വൈഫായി ക്യാരക്ടർ ചെയ്ത ആള് അതിന്റെ വില്ലനെ കൊല്ലുന്ന സീനാണ്. അപ്പൊ ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട് ആ സീനിൽ എന്റെ വൈഫായി അഭിനയിച്ച ആളെ. ആ സമയത്ത് നമ്മളെ കഥാപാത്രമാണ്, നമ്മുടെ ആക്ടിങ് ചെയ്യാണ്. സിനിമയില് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ക്രിറ്റിസിസം കുറവാണ്, വളരെ കുറവാണ്. ഇപ്പം റീൽസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ആളുകൾ അങ്ങ് ആക്രമിക്കുകയാണ്. റീൽസ് നോക്കും ആൾക്കാര്, ചെയ്തവന്റെ അക്കൗണ്ട് എടുത്ത് നോക്കും, ഫീമെയിൽ അക്കൗണ്ട് നോക്കും, മെയിൽ അക്കൗണ്ട്, ഇതെന്താ അവര് തമ്മിൽ. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ നെഗറ്റീവുകൾ ധാരാളം ഉണ്ട്. കാര്യത്തിൽ അവർ കുരയ്ക്കും ചിത്രമാണ്. ആ കുരയ്ക്കുമ്പം നമ്മൾ പിറകോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. അതെ, ദാസേട്ടനെ അത് സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. തീർച്ചയായും ആദ്യത്തെ വീഡിയോസ് മുതൽ ദാസേട്ടനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീഡിയോസിൽ ദാസേട്ടന് ഭയങ്കര ചേഞ്ചാണ്. ഭയങ്കര ചേഞ്ച് എന്ന് നമ്മൾ വിചാരിക്കാത്ത അത്ര ചേഞ്ചാണ്. ദാസേട്ടൻ എങ്ങനെയാ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സീനിയറായ റീൽസോളി എന്ന് പറയാം. ഞാൻ എന്നെ തന്നെ പ്രശംസിക്കാൻ ഒരിക്കലും തോന്നരുത്. ഞാൻ ടിക്ടോക്ക് മുതലേ എനിക്ക് തോന്നുന്നു എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം, അറൌണ്ട് ഒരു 3000 ചില്ലാനം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയില് മാത്രം, ഫേസ്ബുക്കിലും വേറെ ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക് ഇപ്പൊ കാണുന്നില്ല, അക്കൗണ്ട് നോക്കി ആരും കാണാം. ധാരാളം വീഡിയോ ഞാൻ പാലാ സജ്ജേട്ടനൊക്കെ തുടക്കകാലത്ത് വന്ന, അതിനുശേഷം കുറെ പിള്ളേർ സജ്ജേട്ടൻ എനിക്ക് തോന്നുന്നത് ഒരു ബിസിനസ്സും കാര്യങ്ങളായി നടക്കുകയാണ്. ഞാൻ കോൺടാക്ട് ചെയ്ത് കുറെ ആയി. അന്ന് മുതലേ വീഡിയോസ് ചെയ്യുന്ന ആളാണ് ഞാൻ. വീഡിയോസ് ചെയ്യുന്നത് അനദർ മണി ഉണ്ടാക്കാനേ അല്ല. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ഉദ്യോഗസ്ഥനാണ്. എന്റെ ടൈം പാസ് സമയത്ത് ചെയ്യുന്ന സംഗതികൾ മാത്രമാണ്. അത് കുറച്ച് ആൾക്കാർ ഏറ്റെടുത്ത് വൈറലാക്കി, കുറച്ച് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു സംഭവിച്ചു പോയ കാര്യങ്ങളാണ്, നമ്മൾ വിചാരിച്ചു വന്ന ഒരാളല്ല. അപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് റീൽസ് എടുത്തു, അത് പറയാൻ റീൽസ് ചെയ്തുകൊണ്ടിരിക്കും.
അതെ. പക്ഷെ എന്റെ മെയിൻ ലക്ഷ്യം റീൽസ് എടുക്കുക മാത്രമല്ല, മാത്രല്ല സിനിമയാണ്. ഇപ്പൊ 6 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി 1-2 വന്ന് നിൽക്കുന്നുണ്ട്. പറയാറായോ? അല്ല, അത് പറയാനായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും രേണുവും കൂടി ഒക്കെ സിനിമ ഉണ്ടാവും, ഉണ്ടായിക്കൂടാ ഇല്ല. അത് വന്നുകൂടാ ഇല്ല, വരട്ടെ, ഞങ്ങളങ്ങനെ കേറി പോട്ടെ. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു, ദാസേട്ടൻ ബിഗ് ബോസിൽ പോകാൻ പോകുന്നുണ്ട്, രേണു ചേച്ചി ബിഗ് ബോസിൽ പോകാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ എവിടെന്നോ ആളുകൾ ഇങ്ങനെ പറയുമല്ലോ. വിവാദങ്ങള് ഏതെങ്കിലും ആൾക്കാരെ മേലെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആൾക്കാർ പറയുന്നത് അത് ബിഗ് ബോസിലേക്ക് കയറുകയാണ്. ബിഗ് ബോസ് വിളിച്ചാൽ ഞാൻ പോകും. ഞാൻ വിളിച്ചപ്പോ രേണു വിളിച്ചാൽ പോകുന്നുള്ള എനിക്കറിയാം. രേണു വിളിച്ചാൽ പോകുമായിരിക്കും, ഞാൻ വിളിച്ചാൽ എന്തായാലും പോകും. രേണു ചേച്ചിക്ക് അവിടെ എന്താ പറയാ പിടിച്ചു നിൽക്കാൻ പറ്റും. തീർച്ചയായും രേണുവിന്റെ ക്യാരക്ടർ വെച്ചിട്ട് പിടിച്ചു വെക്കാൻ പറ്റും. രേണു പതറൂലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും നിന്നിട്ട് പതറിയിട്ടില്ല. രേണു പതറൂല. രേണുവിന് പോകാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് ബിഗ് ബോസ്. അവര് പോവാന്ന് എനിക്കറിയില്ല, മറ്റൊരു മേഖലയാണ് രേണു. എന്തായാലും എനിക്കും പറ്റിയ മേഖല തന്നെയാണ്. എന്താ ഇത്രയും സ്ട്രഗിൾ വന്നിട്ടും നിക്കുന്നില്ലേ. ദാസേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ രേണു ചേച്ചിയുടെ സ്ഥാനത്ത് ദാസേട്ടനായിരുന്നെങ്കിൽ ഇത്രയും പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു? ഉറപ്പായിട്ടും 100%. എനിക്ക് എന്താ രേണു എന്നുള്ള കാര്യം മാറ്റി വെക്കുക. ഇതിനു മുമ്പ് വന്ന നമ്മളെ വഴികളിലൊക്കെ കുറെ നെഗറ്റീവ് കമന്റ് കേട്ട ഒരാളാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായി ചാടിക്കളിക്കുന്ന കുരങ്ങെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് ധാരാളം. പക്ഷെ അതൊന്നും ഞാൻ മറുപടി ഒരിക്കലും പറയില്ല. എന്നുവെച്ചാൽ മറുപടി പറയാന്ന് പറഞ്ഞാൽ നമ്മള് മറുപടി പറയേണ്ട ആവശ്യം എന്താ ഇത്ര, മനസ്സിലായില്ലേ? അപ്പം എനിക്ക് പിടിച്ചേക്കാൻ കഴിയും. അന്നേരം എങ്ങനെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഓവർകം, ഈ ആ ഒരു വിഷമമൊക്കെ ഓവർകം ചെയ്തിട്ട് വന്നിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു? അതായത് ഞാൻ റീൽസ് അല്ല, അന്ന് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്റെ ഫാമിലി അതുപോലെ നാട്ടുകാരെടുത്ത് വരെ നമുക്ക് ഒരു മോശം കിട്ടുന്നു. ഒരു സദസ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് നമ്മൾ ആ സദസ് നല്ല കുളൂസായി, ഇൻസൈഡൊക്കെ കുളൂസായി കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് മറ്റേ ചെങ്ങായില്ലേ, എത്രയോ കോഴിക്കോട് FM സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത്, മിഠായി തെരുവ് നടക്കുന്ന സമയത്ത് ഇത് ആ ചെങ്ങായില്ലേ. ആ ഒരു കളിയാക്കലുകൾ നമ്മൾ അതിജീവിച്ച് വന്ന ഒരാളാണ്. അത് നമുക്കൊരു പ്രോത്സാഹനമാണ്. ആ കളിയാക്കൽ ഇന്നും കളിയാക്കുന്നില്ല എന്ന് പറയുന്നില്ല. ആ കളിയാക്കലിന്റെ പകരം ഞാൻ അന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ എത്താൻ കഴിയില്ല. ഒരിക്കലും കഴിയും, ഇവിടെ എത്താൻ കിട്ടില്ല. കോണ്ടാക്ട് ഇല്ല, ആൾക്കാരെ എത്ര കിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രീസിലെ ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് പരിചയമുണ്ട്. ആക്ടേഴ്സ് അല്ല പറയുന്നത്, ബിഹൈൻഡിലുള്ള ആൾക്കാരെ കൂടുതൽ എനിക്ക് പരിചയം. എന്താ വെച്ചാൽ അവരാണ് സിനിമേന്റെ സൃഷ്ടാക്കൾ, ആക്ടേഴ്സ് അല്ല. ആക്ടേഴ്സ് അഭിനയിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലൊരു കോണ്ടാക്ട് എനിക്ക് വെച്ച് പുലർത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രതീക്ഷ ഉണ്ട്, എന്റെ ഈ ഒരു രൂപത്തിനും ഭാവത്തിനും അനുസരിച്ചുള്ള കഥാപാത്രം നല്ല രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം. ഇപ്പം ദാസേട്ടൻ അന്ന് മുതലേ ബോഡി ഭയങ്കരമായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഈ തിരക്കുകളുടെ ഇടയിലൊക്കെ ഇതൊക്കെ പറ്റാറുണ്ടോ? എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്യാറുണ്ട്, സമയം കിട്ടുമ്പോ എക്സസൈസ് ചെയ്യാറുണ്ട്. അത് നമ്മള് ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കാറില്ല. ഇപ്പൊ അത്രയും കളിയാക്കിയിരുന്ന സമയത്തുണ്ടല്ലോ ആളുകളൊക്കെ, അത്രയും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എന്താ പറയാ കമന്റ് ബോക്സ് ഒക്കെ നിറച്ചെഴുതിയിരുന്ന ഒരു സമയത്ത് ദാസേട്ടന്റെ വൈഫൊക്കെ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്? ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ പിന്നെ ചേട്ടാ വേണ്ട വീഡിയോ? അല്ല, വൈഫിന് ഒരു ഭർത്താവിനെ കുറ്റം പറയുമ്പോ ഭാര്യക്ക് അങ്ങനെ സഹിക്കാനാവില്ല. അവള് പറയാറുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പിന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ അവർക്ക് പൂർണ്ണമായി മനസ്സിലായി ദാസേട്ടൻ കോഴിക്കോട് ആക്ടിങ് ആക്ടറാണ്. അയാളുടെ ജോലി KSCB ഉദ്യോഗസ്ഥൻ കൂടാതെ ആക്ടിങ് കൂടി ചെയ്യുന്ന ആളാണ്. എന്റെ വൈഫിനെ ഇപ്പൊ പൂർണ്ണമായിട്ട് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഞാൻ സിനിമകളിൽ നേരത്തെ പറഞ്ഞ സിനിമകളിൽ അഭിനയിക്കാനും ഡയറക്ടർ എന്നോട് പറയാണ്, ദാസേട്ടൻ നിങ്ങളെ ഒരു റേപ്പ് സീൻ ഉണ്ട് ദാസേട്ടൻ നിങ്ങൾ ചെയ്യുന്നതാണ്. അയ്യോ സാറേ എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. പറഞ്ഞാൽ യു മേ ഗോ, അടുത്ത ആളുണ്ട് വരാൻ. കഥാപാത്രം ആവാൻ പറഞ്ഞ കഥാപാത്രം അത് ഏത് സീനാണ് നമ്മൾ ചെയ്യാൻ താല്പര്യം. ഇപ്പൊ പ്രൊമോഷൻ ഒക്കെ കിട്ടാൻ പോവാണല്ലേ ദാസേട്ടൻ എന്താ പറയാ ഭയങ്കര സന്തോഷത്തിന്റെ ഒരു ഒഫീഷ്യലാണ് പറയുന്നത്. പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞു. പ്രൊമോഷൻ കിട്ടി. അപ്പൊ ചെലവെന്നാണ്? ചെലവൊക്കെ ഉണ്ടാവും. എങ്ങനെ പോകുന്നു? എന്താ പറയാ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അവിടെയൊക്കെ എങ്ങനെ അവരൊക്കെ എങ്ങനെയാ എന്താ പറയാ പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യമൊക്കെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നോണ്ടിരുന്ന സമയത്ത് ചേട്ടൻ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ വർക്കിംഗ് ആണ്. അപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തായിരുന്നു ആ സമയത്ത്? ഞാനിപ്പം KSCB സീനിയർ സൂപ്രണ്ടായിട്ട് തിരുവമ്പാടി സെക്ഷനിലെ വർക്ക് ചെയ്യുന്നത്. തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ മലയോര മേഖലയാണ്, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖല. അപ്പം നല്ല സപ്പോർട്ടാണ്. എന്താ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ച്, ഒരു KSCB സംബന്ധിച്ച് ഏറ്റവും താഴെ കിടക്കുന്ന KSCB ഓഫീസാണ് സെക്ഷൻ ഓഫീസ്. സെക്ഷൻ ഓഫീസിലാണ് പൊതുജനങ്ങളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, കറണ്ട് ബില്ല് അടയ്ക്കുക, അപ്പം അവരെ പരാതികൾ പരിഹരിക്കുക. അപ്പം അതിന്റെ ഒരു ഹെഡ്, ഒരു റവന്യൂവിന്റെ ഹെഡായിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് KSCBന്റെ ഇത്ര ഏറ്റവും ചെറിയൊരു സെക്ഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഈ സെക്ഷൻ ഓഫീസ് കൺസ്യൂമേഴ്സ് പരാതിയായി വരുന്ന സമയത്ത്, സാറേ എന്റെ ഈ ബില്ല് ഇങ്ങനെ കൂടി, ഇത് ഇവിടെ മറ്റേ നിങ്ങള് മറ്റേ റീൽസ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ,
അപ്പൊ ഞാൻ പറയാം റീൽസ് ചെയ്യുന്ന ആളാണ് അവിടെ. റീൽസ് ചെയ്യുന്ന ആളാണ്, നിങ്ങളെ കറണ്ടിന്റെ ബില്ല് ഞാൻ കുറച്ച് തരട്ടോ, ഞാൻ ഒരിക്കലും പറയാം. അവിടെ അവിടെ എന്ത് ചെയ്യണം, അതെ പറയൂ, റീൽസ് ചെയ്യുന്ന ആളാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച്. എന്താ വെച്ചാൽ നമുക്കൊരു ഉത്തരവാദിത്തം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോട്. ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം നമ്മൾ തീർച്ചയായും നിർവഹിക്കും. കറണ്ടിന്റെ പൈസ അടയ്ക്കാത്ത ആൾക്കാരുടെ ഡിസ്കണക്ഷൻ ഡേറ്റ് 20-ാം തീയതി ആണെങ്കിൽ 20-ാം തീയതി വിളിച്ച് 21-ാം തീയതി ഫീസ് വരും. അത് നമ്മുടെ ജോലിയാണ്. അവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, ദാസേട്ടനാണ്, സിനിമ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞു അതൊന്നും തന്നെ അതിന് യാതൊരു മാറ്റമില്ല. നമുക്ക് ജോലി മുഖ്യം പിക്കിലേ, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളുള്ളൂ.